ഇറാനെ അഭിനന്ദിച്ചുകൊണ്ട് റഷ്യയും ഫ്രാൻസും സംയുക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യയും ഫ്രാൻസും ഇതുവരെ ഇറാനെ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ഇറാൻ എടുക്കുന്ന അന്തർദേശീയ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പിന്തുണച്ചുകൊണ്ട് നിന്നതല്ലാതെ കാര്യമായി അവർ ഒരു അലൈഡ് പാർട്ട്നേഴ്സായി മാറിയിട്ടില്ലായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ഫ്രാൻസും ചില തീരുമാനങ്ങളിൽ കടുംപിടുത്തം പിടിക്കുകയാണ്. റഷ്യയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനുമായി കൂടിച്ചേർന്ന് അമേരിക്കയ്ക്കെതിരെ നീങ്ങാൻ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇമ്മാനുവൽ മാക്രോൺ. നമുക്കറിയാം, ഇറാന്റെ ആണവ ശാക്തീകരണത്തെ എതിർക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇസ്രയേലിനെ കൊണ്ട് അടുപ്പിക്കുകയും ഇസ്രയേലിനെ ഉപയോഗിച്ച് എല്ലാ തരത്തിലും ഇറാനെ നിർവീര്യമാക്കി കളയാമെന്നുള്ള തെറ്റായ ധാരണയായിരുന്നു ഇത്രയും നാളും ഡൊണാൾഡ് ട്രംപിനെങ്കിൽ ആ ധാരണയൊക്കെ എല്ലാ തരത്തിലും മാറ്റിക്കൊടുത്തിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയി. 87ാമത്തെ വയസ്സിലും പോരാട്ടത്തിൻ്റെ വീര്യം ഒട്ടും തന്നെ ചോരാതെ ഇസ്രയേലിൻ്റെ എല്ലാ നെറികേടുകൾക്കും കണക്കുറ്റ രീതിയിൽ മറുപടി കൊടുക്കാൻ ഖമനേയിക്ക് കഴിഞ്ഞു. ഇറാൻ വർഷിച്ച മിസൈലുകളിൽ തകർന്നടിഞ്ഞ ഹൈഫ നഗരവും ടെല്ലവീവ് നഗരത്തിൻ്റെയും കാഴ്ചകൾ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എത്രത്തോളം ഭീതിയിലായിരുന്നു ഇസ്രയേൽ ആ നാളുകളിൽ കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ നേർരേഖ വരച്ചു വയ്ക്കുന്ന സാഹചര്യമാണ്. ഇറാൻ തെല്ല് ഭയന്നിട്ടില്ല. ഇറാൻ വീണ്ടും വീണ്ടും ആരൊക്കെ എതിർത്താലും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോരാടും, ഞങ്ങളും ഞങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെയും തൊടുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ ശക്തി സ്വരൂപിച്ചുകൊണ്ട് ഇറങ്ങും എന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ റഷ്യയും ഫ്രാൻസും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും ഇറാനോടൊപ്പം കൈകോർക്കുന്നു. നമുക്കറിയാം, നേരത്തെ അറബ് ലീഗ് എത്രത്തോളം ശക്തമായി ഇറാനെ അംഗീകരിക്കുന്നു. ഇറാന്റെ പ്രോക്സി ഫോഴ്സുകൾക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് ഖത്തർ പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞങ്ങളെ ഒരു കാര്യവുമില്ലാതെ പ്രകോപനം കൊള്ളിച്ച ഇസ്രയേലിന് ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കും. ഖത്തറിനെ തൊട്ടവർക്ക് മറുപടി കൊടുക്കണം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനോ അവരെ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാൽ അവരെല്ലാം ഗൾഫ് രാജ്യങ്ങളുടെ പൊതുശത്രുവായിരിക്കുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ആ ഉച്ചകോടിക്ക് കൊടുത്തത്. ഫ്രാൻസും ഈ കാര്യത്തിൽ ഇവരോടൊപ്പം അടുക്കുകയാണ്. റഷ്യയും ഫ്രാൻസും ഒക്കെ അമേരിക്കയ്ക്ക് ശക്തമായ ബദൽ നടപടികൾക്ക് വേണ്ടി ഒരു ആക്സിസ് ഗ്രൂപ്പ് 21ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഒരറ്റത്തു നിന്നും തുടങ്ങുന്നത്. റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ തീർത്തും പറഞ്ഞിരിക്കുന്നു, അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഭയമോ ഒരു രീതിയിലുള്ള പുനർവിചിന്തനമോ ഇല്ല. ഞങ്ങൾ ഉക്രൈനുമായുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. യൂറോപ്യൻ യൂണിയന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യട്ടെ. ഞങ്ങൾ പഴയ സോവിയറ്റ് റഷ്യ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു, റഷ്യ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന്.